ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടന്റെ ആദ്യത്തെ കൗണ്ട് ഡൗൺ പ്രൊമോ വന്നിരിക്കുകയാണ്. അതെ, ഇനി 6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ലാലേട്ടന്റെ പ്രൊമോ നിങ്ങൾ കണ്ടായിരുന്നോ? കുറേയേറെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രൊമോയാണത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പ്രൊമോ നിങ്ങൾ കാണുമെന്ന് അറിയില്ല, കാര്യം രാവിലെയാണ് അവർ പ്രൊമോ ഇട്ടേക്കുന്നത്. അതിരാവിലെ നമ്മൾ എണീറ്റ് തന്നെ നമ്മൾ കാണുന്ന രീതിയിലാണ്. അതുകൊണ്ട് ചിലവരൊന്നും കാണില്ല, കാര്യം ഇന്ന് മൺഡേ ആണ്, തിങ്കളാഴ്ചയാണ്, എല്ലാവരും വർക്കിനൊക്കെ പോകുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കണ്ടു വരുന്നതേ ഉള്ളൂ ആൾക്കാർ. അപ്പോൾ ആദ്യത്തെ കൗണ്ട് ഡൗൺ പ്രൊമോയിൽ എല്ലാവരും കൂടി ഒരു വീടാണ് കാണിക്കുന്നത്. നമ്മുടെ ബിഗ് ബോസ് വീടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്, വീട്ടിൽ കുറേ ആൾ ഉറങ്ങിയൊക്കെ ഇരിക്കുന്നത്. ഒരു അയൽക്കൂട്ടം ഒരു ഫോർമാറ്റാണ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നമുക്ക് വർത്താനം പറയില്ലേ, അതേപോലെ പരദൂഷണം പറയില്ല, അത് തന്നെ. അത് നമ്മുടെ ബിഗ് ബോസിന്റെ അടിസ്ഥാനമായ ഒരു സംഭവമാണ് ഈ പരദൂഷണം എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അതിനകത്തിരുന്ന് പറയാണ്, തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അങ്ങ് ഇഷ്ടം തുറന്ന് അങ്ങ് സമ്മതിച്ചേക്കണം എന്നിങ്ങനെ എല്ലാവരോടും ഇരുന്ന് ഇങ്ങനെ പരദൂഷണം പറയണം. അപ്പോൾ ലാലേട്ടൻ മറ്റേ ചുവന്ന കൊടിയെന്ന് ചുവന്ന മറ്റേ കൊടിയല്ലല്ലോ, മറ്റേ കൊടയുമായിട്ട് വന്നിട്ട് പറയണം, അടിയായിട്ട് വന്നിട്ട് പറഞ്ഞു, പരദൂഷണ കാർഡ് ഇറക്കിയാൽ. പരദൂഷണ കാർഡോ? അതെന്താ സംഭവം? പരദൂഷണത്തിന് കാർഡൊക്കെ ഉണ്ടോ? അതായത് ഇതൊക്കെ പരദൂഷണം എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു ബേസ് ആണ്. അതൊക്കെ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ വർത്താനം പറയണ്ടേ, അല്ലേ? അതൊക്കെയല്ലേ നമ്മുടെ രസം. നമ്മളതൊക്കെ കേൾക്കാനാണ് ഇരിക്കുന്നത്. അപ്പം പരദൂഷണ കാർഡ് ഇറക്കിയാൽ പണി തരും എന്നാണ് അയൽക്കൂട്ടത്തിന്റെ 6 പേരോടുമാണ് ഈ പറയുന്നതെന്നാണ് ലാലേട്ടൻ വന്ന് പറഞ്ഞത്. എനിക്കിത് കണ്ടപ്പോൾ തൊട്ടേ മനസ്സിന് ഇവിടെ ഒരു വേദന, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ എന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു ഡൗട്ട് പെട്ടെന്ന്. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ കുറേ അയാളുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം, വേറൊരാളുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം, അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചർച്ച ചെയ്യണം, അല്ലേ? എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഈ അയൽക്കൂട്ടം നല്ലത് തന്നെയാണ്, പക്ഷെ നെഗറ്റീവ് അയൽക്കൂട്ടം ആകുമ്പോൾ അവർക്ക് പണി കിട്ടും. സത്യം, ശരി തന്നെയാണ്. ഈ നെഗറ്റീവ് അയൽക്കൂട്ടം ആയവർക്ക് എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം ഈ ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം ഒരു കണ്ടന്റ് മെറ്റീരിയലാണ്, ഈ പരദൂഷണം എല്ലാം. അത് ഇപ്പം നെഗറ്റീവായി പോയാലേ പ്രശ്നമുള്ളൂ, അല്ലേ? അപ്പൊ പിന്നെ ഇതൊന്നും അല്ലാണ്ട് പിന്നെ ഇവരെന്താണോ എന്ന് ഉദ്ദേശിക്കുന്നത്? കലാപരിപാടികൾ വല്ലതും ആയിരിക്കുമോ? രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പാട്ട്, അത് കഴിഞ്ഞ് എല്ലാവരും കുക്ക് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെയും ടാസ്കിൽ പിന്നെയും കലാപരിപാടികൾ വല്ലതും ആണോ? ബലൂണൊന്നും അല്ലാണ്ട് പിന്നെ ഇനിയുമില്ല, ഒന്നും അറിയില്ല. എനിക്ക് ഈ പ്രൊമോ കണ്ടപ്പോൾ ഒരു ടെൻഷൻ, വേറൊന്നുമല്ല. അതിനകത്ത് താഴെ എല്ലാവരും കമൻറ്റും ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ എന്ത് ബിഗ് ബോസ് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇത് ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് മറ്റേ നെഗറ്റീവ് അയൽക്കൂട്ടം ആയിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ ഓവറായിട്ടിരുന്ന് കുറ്റം പറയരുത് എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വിചാരിച്ച് സമാധാനപ്പെടാം. മനസ്സിലായില്ലേ? ആ പ്രൊമോ നമ്മൾ കൂടുതൽ അങ്ങോട്ട് മനസ്സിൽ വെക്കണ്ട, അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. അതേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കത് അങ്ങോട്ട് കാണാത്ത രീതിയിൽ അങ്ങ് ഇരുന്നേക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഇതൊന്നും ഇങ്ങനത്തെ നമുക്ക് ഓവറാക്കി മിണ്ടാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് സംസാരിക്കണം, നമുക്ക് മുഖത്ത് നോക്കി നേരെ സംസാരിക്കണം. നമുക്ക് അയൽക്കൂട്ടം വേണം, പക്ഷെ എന്നാലും മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം, നേരെ സംസാരിക്കണം, നേർ സംസാരിക്കണം, റിയൽ ആയിട്ട് നിൽക്കണം, ഫേക്കായിട്ട് ആവരുത്. എല്ലാവരും അന്യോന്യം മത്സരിക്കണം. ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നല്ല ടാസ്കുകൾ, ടാസ്കിൽ നല്ല ഒരു വാശിയും ഇതുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം. നോമിനേഷനിൽ എല്ലാവരും എതിർ സ്ഥാനാർത്ഥികളെ തന്നെ വോട്ട് ചെയ്യണം, നോമിനേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അവർ കളിക്കാത്ത ആൾക്കാരെയും വോട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കളിക്കാത്ത ആൾക്കാരെ കണ്ടുപിടിച്ച് അവർ നമ്മുടെ പുറത്തുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സേഫ് ഗെയിമേഴ്സിനെ നോമിനേറ്റ് ചെയ്ത് ആൾക്കാർ സേഫ് ഗെയിമേഴ്സിനെ പുറത്താക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് ഈ പ്രൊമോ കണ്ടിട്ട് എന്താ തോന്നിയതെന്ന് പറയണേ. കുറച്ച് ചിന്തിക്കേണ്ട പ്രൊമോയാണ്. അങ്ങനെ നമ്മൾ ലാലേട്ടൻ പറയണം, ഇനി 6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അയ്യോ, ഇനി എത്ര ദിവസമായി, എത്ര നാളായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടല്ലേ? നമ്മൾ ഫെബ്രുവരി തൊട്ട് കാത്തിരിക്കുന്നതാണ്. ഇന്ന് വരും, നാളെ വരും. ഇപ്പോഴേ നമ്മൾ പറഞ്ഞാണ് ഓഗസ്റ്റിലേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്തായിരുന്നാലും ആവോളം കാക്കാമെങ്കിൽ വേവോളം കാക്കാം, അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ കാക്കാം. ഓഗസ്റ്റ് 3 നമുക്ക് ഈ സമയത്ത്, അല്ലേ? ഇനി ഒരു 6 ദിവസം, ഒരാഴ്ച പോലും ബാക്കിയില്ല, നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഓരോ ദിവസവും ലാലേട്ടൻ്റെ ഓരോ പ്രൊമോ വെച്ച് വരും. അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇതൊക്കെയാണ്. അന്ന് ഷൂട്ടിങ്ങിൻ്റെ മേക്കിംഗ് ഒക്കെ കാണിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാളെ എടുത്തുകൊണ്ട് പോകണതൊക്കെ കാണിച്ചില്ലേ? അതെല്ലാം ഈ പ്രൊമോയുടെ കൗണ്ട് ഡൗൺ പ്രൊമോസ് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൊമോയുടെ കാര്യം കഴിഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ആക്റ്റീവായി. നമ്മുടെ ബിഗ് ബോസിൻ്റെ കാലം വരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ വന്നു തുടങ്ങി. പേര് പല ആൾക്കാരും പല ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ശ്രീശാന്തിൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അത് ശ്രീശാന്ത് വരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടലോടെയാണ് ഈ ഗ്രൂപ്പുകളിൽ ഇത് കണ്ടത്. പെട്ടെന്ന് തന്നെ ഇതുവരെ ഒരു ബിഗ് ബോസിലും ഇങ്ങനത്തെ ഒരു സംഭവം ഗ്രൂപ്പിൽ വന്നിട്ടില്ല. ശ്രീശാന്തിൻ്റെ പേര് വന്നിട്ടില്ല ഗ്രൂപ്പിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ശ്രീശാന്ത് വരുമോ? വരാൻ ചാൻസ്. കാര്യം മറാത്തി വിന്നറായ ശിവ് ഹിന്ദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശ്രീശാന്തിനും ചാൻസുകൾ ഒരുപാടുണ്ട് അല്ലേ? ശ്രീശാന്ത് നമ്മുടെ ഏത് സീസണിലായിരുന്നു? ദീപിക ജയിച്ച സീസണിലായിരുന്നു ശ്രീശാന്ത് സെക്കൻഡ് പ്ലേസ് ആയിരുന്നു, റണ്ണറപ്പായിരുന്നു. ആ സീസൺ കൊണ്ടുപോയത് ശ്രീശാന്താണ്. ശ്രീശാന്ത് കുറേ ഡ്രാമ കിങ് ആയിരുന്നു അതിനകത്തുള്ളത്. ഒരു ഭയങ്കര ഡ്രാമ കിങ് ആയിരുന്നു അതിനകത്ത്. എല്ലാ ഭയങ്കര കാര്യം, എന്നെ തുറന്ന് വിടൂ, എന്നെ ഇപ്പോൾ വിടൂ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പൊട്ടിച്ചിറങ്ങി പോവും എന്നൊക്കെ. പിന്നെ സൽമാൻ ഫുൾ പാത്രം കഴിയിച്ചു. അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ. ശ്രീശാന്താണ് ആ സീസൺ കൊണ്ടുപോയത്. അപ്പോൾ ശ്രീശാന്തിൻ്റെ വേറൊരു ഗെയിം നമുക്ക് ഇതിനകത്ത് കാണാം വന്നു കഴിഞ്ഞാൽ. പക്ഷേ ശ്രീശാന്തിൻ്റെ പേരൊന്നും ഇതുവരെ പക്ഷേ നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ പെട്ടെന്നാണ് അന്ന് ആ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഒരു 5 ദിവസം 6 ദിവസം ഉള്ളപ്പോഴാണ് ചില സെലിബ്രിറ്റീസിൻ്റെ പേരൊക്കെ പൊങ്ങി വന്നത് കഴിഞ്ഞ സീസണിലൊക്കെ. സോ ഒന്നും പറയാൻ പറ്റില്ല. ശ്രീശാന്തിൻ്റെ പേരുകളൊക്കെ ഈ ഗ്രൂപ്പിനകത്ത് കേൾക്കുന്നു, പ്രൊഡിക്ഷനിലൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഓൾറെഡി ഇല്ലാത്തവരുടെയും ഉള്ളവരുടെയും ഒക്കെ ആർമി സെറ്റായിട്ടുണ്ട്. കൺഫേം ആയവരുടെ ആർമിയുണ്ട്, കൺഫേം ആവാത്തവരുടെ ആർമിയൊക്കെ സെറ്റാക്കി റെഡിയാക്കി വന്നിട്ടുണ്ട്. അണ്ണൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. കണ്ടറിയുക ഇതൊക്കെ എങ്ങനെയുണ്ടാവും. നിങ്ങൾ കളി കണ്ട് വോട്ട് ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. ആർമിയൊക്കെ കുറേ ഉണ്ടാവും ആ സൈഡിൽ. അതൊക്കെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. അതൊന്നുമല്ല. നിങ്ങൾ ഗെയിം കാണുക, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ രാവിലത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.